നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് ശതകോടീശ്വരനും സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്ക്. രണ്ടാം വരവിൽ ട്രംപ് ഭരണകൂടം രൂപം നൽകിയ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് മസ്കിനെ അവരോധിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ ഭരണകൂടത്തിൽ നിർണായക സ്വാധീനമായി മസ്ക് വളർന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നാൽ ഈ സൗഹൃദത്തിന് ട്രംപിന്റെ യഥാർത്ഥ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ലെന്നാണ് പുതിയ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തിടെ മസ്ക് തന്റെ 4 വയസ്സുകാരനായ മകൻ എക്സിനെ പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരുന്നു. ട്രംപിന്റെ അടുത്ത് നിന്ന 4 വയസ്സുകാരൻ മൂക്കിൽ വിരലിടുന്നതും തുടർന്ന് ട്രംപിന്റെ മേശയിൽ ആ വിരൽ തുടയ്ക്കുന്നതും അമേരിക്കൻ മാധ്യമങ്ങൾ പകർത്തിയിരുന്നു. ഇപ്പോഴിതാ ആ മേശ തന്നെ മാറ്റി പുതിയ മേശ സ്ഥാപിച്ചിരിക്കുകയാണ് ട്രംപ്. 145 വർഷം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള റെസല്യൂട്ട് ഡെസ്ക് ആണ് മാറ്റി സ്ഥാപിച്ചത്. പുതിയ മേശയുള്ള ഓവൽ ഓഫീസിന്റെ ചിത്രം തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം മസ്കിന്റെ മകന്റെ പ്രവൃത്തി കൊണ്ടാണോ മേശ മാറ്റിയതെന്ന് സ്ഥിരീകരിക്കുന്നില്ല. ട്രംപ് തന്നെ ഒരു ജെർമോഫോബ് എന്ന് സ്വയം വിശേഷിപ്പിക്കാറുണ്ട്. സ്വയം രോഗാണുഭയമുള്ളയാളെ വിളിക്കുന്ന പേരാണ് ജെർമോഫോബ്. ഇതുമായി ചേർത്ത് വച്ചാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇത്തരമൊരു നിഗമനത്തിലെത്തിയത്. ചിത്രത്തിനൊപ്പം നൽകിയ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രസിഡന്റ് ട്രംപിന് 7 ഡെസ്കുകളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ അവസരം ലഭിച്ചു. മുൻ പ്രസിഡന്റ് ജോർജ് H.W. ബുഷും മറ്റുള്ളവരും ഉപയോഗിച്ചിരുന്ന CNO എന്ന ഡെസ്കാണ് റെസല്യൂട്ട് ഡെസ്കിന് പകരമായി വൈറ്റ് ഹൗസിൽ താൽക്കാലികമായി മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. റെസല്യൂട്ട് ഡെസ്ക് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയിരിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന വിശദീകരണം. അമേരിക്കൻ ചരിത്രത്തിൽ റെസല്യൂട്ട് ഡെസ്കിന് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമാണ് ഈ റെസല്യൂട്ട് ഡെസ്കിൽ അവകാശമുള്ളത്. 1880 വിക്ടോറിയ രാജ്ഞി പ്രസിഡന്റ് റദർഫോർഡ് ബി ഹെയ്സിന് സമ്മാനിച്ചതാണിത്. ഒരു കാലത്ത് ബ്രിട്ടീഷ് നാവികസേനയുടെ ഭാഗമായിരുന്ന HMS റെസല്യൂട്ടിന്റെ ഓക്ക് തടികൾ കൊണ്ടാണ് റെസല്യൂട്ട് ഡെസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാലാണ് മേശ മാറ്റി സ്ഥാപിച്ചതിന് ഇത്ര വാർത്താ പ്രാധാന്യം കൈവന്നത്. റദർഫോർഡ് ബി ഹെയ്സ് മുതൽ നിരവധി പ്രസിഡന്റുമാർ ഈ ഡെസ്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ജനുവരി 20-നായിരുന്നു പ്രസിഡന്റ് ട്രംപ് ചുമതലയേറ്റത്. ഏറെ പ്രിയപ്പെട്ടതായി വൈറ്റ് ഹൗസിനെ കണ്ട ജോ ബൈഡൻ അതോടെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. അതേസമയം പ്രസിഡന്റായി അധികാരം ഏറ്റതോടെ വൈറ്റ് ഹൗസ് മോടി പിടിപ്പിക്കാനായി ബൈഡൻ പ്രത്യേകം ശ്രദ്ധ വച്ചിരുന്നു. ഓവൽ ഓഫീസിലെ പരവതാനിയും ഫർണിച്ചറുകളും ക്രമീകരിക്കാൻ ബൈഡൻ നിയോഗിച്ചത് സഹോദരനെയായിരുന്നു. നീല പരവതാനി വേണമെന്ന് ബൈഡന് നിർബന്ധമുണ്ടായിരുന്നു. ഓവൽ ഓഫീസിലെ മേശയിൽ ചെറിയ കൗതുകം ഒരുക്കാനും ബൈഡൻ ശ്രദ്ധ വെച്ചിരുന്നു. മേശയുടെ ചെറുവാതിലുണ്ട്. ഇതിലൂടെ താഴെ പേരക്കുട്ടിക്ക് പ്രവേശിക്കാനും ഒളിച്ചു കളിക്കാനും എല്ലാം സൗകര്യം ഒരുക്കുന്നതായിരുന്നു ബൈഡൻ ശ്രമിച്ചത്. ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മകൻ കെന്നഡി ജൂനിയർ മേശയുടെ താഴെ ഒളിച്ചിരിക്കുന്ന പ്രശസ്തമായ ചിത്രമാണ് ഇതിന് ബൈഡനെ പ്രേരിപ്പിച്ചത്.